പൾസർ സുനിയും ദിലീപും ഇന്ന് നേർക്കുനേർ കോടതിയിൽ. പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച് അതിനുശേഷം 2 ആൽജാമ്യത്തിലും 1,00,000 രൂപ കെട്ടിവെക്കാനും നിർദ്ദേശിച്ചുകൊണ്ട് കോടതി ജാമ്യത്തിൽ വിട്ടു. ട്രയൽ കോടതിയിൽ ആദ്യമായി പൾസർ സുനി സ്വന്തമായി ഹാജരായി. ഇത്രയും നാളും പൾസർ സുനിയെ ഹാജരാക്കിയിരുന്നത് പോലീസ് എസ്കോർട്ടോടെയിലായിരുന്നു. കാരണം പൾസർ സുനി റിമാൻഡിലെ സബ് ജയിലിൽ കിടക്കുകയായിരുന്നു. കഴിഞ്ഞ 7-7.5 വർഷമായി സബ് ജയിലിൽ തന്നെയായിരുന്നു. ആ കേസ് വിചാരണ സമയത്ത് എല്ലാ ദിവസവും പോലീസ് എസ്കോർട്ടോടുകൂടി കോടതി മുമ്പാകെ ഹാജരാക്കും. മറ്റു പ്രതികൾ 12 പ്രതികളും അവർ യഥേഷ്ടം നടന്ന് കോടതി വന്നുകൊണ്ടിരുന്നു. ആ 13 പ്രതികളിലെ 1-ാം പ്രതി പൾസർ സുനിയും ദിലീപ് 8-ാം പ്രതിയുമാണ്. പൾസർ സുനി ഏകദേശം 7.5 വർഷത്തോളം റിമാൻഡിൽ കിടന്നപ്പം ശിക്ഷയുടെ കാലാവധി ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ, അതിൻ്റെ ലേറ്റസ്റ്റ് നിരീക്ഷണത്തിൽ 1/3 ശിക്ഷയുടെ കാലാവധി റിമാൻഡിൽ കിടന്നാൽ ജാമ്യം ലഭിക്കും. പക്ഷേ ഈ കേസിൻ്റെ പ്രത്യേക സ്വഭാവം കൊണ്ട് പല കാരണത്താൽ പ്രോസിക്യൂഷൻ അതിശക്തമായി ജാമ്യം കൊടുക്കുന്നതിൽ എതിർത്തു. ജില്ലാ കോടതിയിൽ എതിർത്തു. അതോടൊപ്പം ഹൈക്കോടതിയിൽ 8 പ്രാവശ്യം ജാമ്യത്തിന് ശ്രമിച്ചു. അവിടെ അതിശക്തമായി എതിർത്തു. സുപ്രീം കോടതി 2 പ്രാവശ്യം പോയി. ആ 2 പ്രാവശ്യവും ജാമ്യം പ്രോസിക്യൂഷൻ എതിർത്തു. ഇനി സാക്ഷിവിസ്താരം, പ്രതിഭാഗത്തെ സാക്ഷിവിസ്താരങ്ങൾ പൂർത്തിയായി. ഇനി പ്രതികളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്. 313 പഴയ CRPC പ്രകാരം 313 പ്രകാരം അടച്ചിട്ട മുറിയിലാണ് പ്രതികളെ കോടതി ചോദ്യം ചെയ്യുന്നത്. തനിക്കെതിരായി ഇത്രയും ദിവസം ട്രയൽ നടത്തിയ സമയത്ത് ഓരോ പ്രതിക്കെതിരായി ഇന്ന സാക്ഷികൾ ഇന്ന പോലെ പറഞ്ഞിരിക്കുന്നു, തങ്ങൾക്കെതിരായി താങ്കൾ ചെയ്ത കുറ്റത്തെപ്പറ്റി കോടതിക്ക് ബോധ്യമായ ഇന്ന സാക്ഷികൾ പറഞ്ഞ കുറ്റങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ പറയണം. ഓരോ പ്രതികളെയും കോടതി ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊണ്ടേയിരിക്കും. അങ്ങനെ 13 പ്രതികളെയും ആ രീതിയിൽ 313 CRPC പ്രകാരം അവരെ ഓരോരുത്തരെയും കോടതി ചോദ്യം ചെയ്യും. അവർക്ക് അതിന് ബദലായി ഓരോ ചോദ്യത്തിനും എന്തു പറയാനുണ്ട് അത് കോടതി റെക്കോർഡ് ചെയ്യും. ഒരു സാക്ഷിയെ വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെടാം 315 CRPC പ്രകാരം. ആ സമയത്ത് എൻ്റെ ഒരു ഭാഗം തെളിയിക്കാനായിട്ട് ഇതുവരെ കോടതി നോക്കാത്ത ഇന്ന സാക്ഷികളെ വിസ്തരിക്കണമെന്ന് പറഞ്ഞാൽ കോടതി അത് ചെയ്തേ ഒക്കുള്ളൂ. പക്ഷേ എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറ്റിപ്പോയി, ടെൻഡർ ഓഫ് പാർഡൻ 319 ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ടെൻഡർ ഓഫ് പാർഡന് കോടതിയിൽ അപേക്ഷിക്കാം. എനിക്ക് 133 തെളിവ് നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ കോടതി പറയാനുണ്ട്. ഞാൻ ഈ കേസിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറയാം, എന്നോട് മാപ്പാക്കണം, എന്നെ വെറുതെ വിടണം. അങ്ങനെ 306 ക്രിമിനൽ നടപടി പ്രകാരം തീർച്ചയായിട്ടും അതിനൊരു അവസരം പൾസർ സുനിക്കുണ്ട്. ദിലീപിനെ വെട്ടിലാക്കണമെന്നാണ് പൾസർ സുനിയുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും ടെൻഡർ ഓഫ് പാർഡനും അപേക്ഷിക്കും, തന്നെ വെറുതെ വിടണം. അത് തന്നെയല്ല, കോടതി വെറുതെ വിട്ടില്ലെങ്കിലും ശിക്ഷിക്കാനുള്ള മിനിമം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. 7.5 വർഷത്തോളം കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു അക്കോംപ്ലീസിൻ്റെ ആവശ്യം തനിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പൾസർ സുനി ഇനി കോടതി പറയും. പൾസർ സുനിയുടെ അഡ്വക്കേറ്റിൻ്റെ ഉപദേശം അനുസരിച്ച് ചിലപ്പോൾ മുന്നോട്ട് പോവുക. താൻ കോടതിയിൽ ഈ കേസിലെ മുഴുവൻ ചരിത്രങ്ങളും പറയാം. അതിന് തൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ വേണം ഇനി നൽകാം. തന്നെ നിരപരാധിയാക്കി തന്നെ കേസിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം. യഥാർത്ഥത്തിൽ ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്, ആ വിവരങ്ങൾ കോടതിയോട് രഹസ്യമായിട്ട് പറയാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ അക്കംപ്ലീസിൻ്റെ വകുപ്പനുസരിച്ച് കോടതി അത് റെക്കോർഡ് ചെയ്യണം. ചിലപ്പം പൾസർ സുനിക്ക് ശിക്ഷ അനുഭവിക്കാതെ, ശിക്ഷ ഉണ്ട്, ശിക്ഷ കാലാവധി ഏകദേശം കഴിഞ്ഞിരിക്കുന്നു, ശിക്ഷ അനുഭവിക്കാതെ ഇനിയുള്ള കാലഘട്ടത്തിൽ മുന്നോട്ട് ജീവിതം നയിക്കാനുള്ള അവസരം
ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.